കേരളത്തിലെ ചരക്ക് വാഹന തൊഴിലാളികളും ഉടമകളും സമരത്തിലേക്ക്. ചരക്ക് ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വകുപ്പ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് കടക്കുന്നത്. മേഖലയിൽ ഭാരവാഹനങ്ങളുടെ മേഖലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉടമ സംഘടനകളെ കൂടി ചേർത്തൊരു സംയുക്ത സമിതി. തൊഴിൽ മേഖലയിൽ നമ്മളെല്ലാം പണ്ട് കേട്ടിട്ടുള്ളത് ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത, ഇത് ഉടമകളുടെ സംഘങ്ങളുടെ ചേർന്ന് വിവിധ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് ഉള്ള ശ്രമങ്ങൾ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 4 ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് വിളിച്ചൊരു ചർച്ചയിൽ കുറേ കാര്യങ്ങളിൽ ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. പക്ഷേ അന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തില്ല. കുറേ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആയിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വാഹന മേഖലയിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ നിൽക്കുന്നതിനാൽ വീണ്ടും ഒരു പണിമുടക്കിലേക്ക് പോകേണ്ടുന്ന, ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മോട്ടോർ വാഹന നികുതി ഇരട്ടിയാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ വാഹന രജിസ്ട്രേഷൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് മനസ്സിലാക്കി ആവശ്യമായ തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കേരളത്തിൽ ചരക്ക് ഗതാഗത മേഖല വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ മേഖലയിലെ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ അധികാരികൾ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്കെതിരെയുള്ള നടപടികൾ വ്യാപകമായി തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ചരക്ക് വാഹന തൊഴിലാളികളെയും ചരക്ക് വാഹന ഉടമകളെയും അണിനിരത്തി അതിജീവനത്തിനുള്ള പോരാട്ടം പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത്. സമരസമിതി കൺവീനർ ടി.കെ. രാജൻ, ജ്യോതിഷ് കുമാർ മലയാളപ്പുഴ, കെ.ജെ. സ്റ്റാലിൻ, ഹരിൻ റഹ്മാൻ, സമത് കെ. ബാലചന്ദ്രൻ, സി.ബി. ചന്ദ്രബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് മോട്ടോർ വ്യവസായത്തിലാണ്. ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന, വ്യവസായത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങളുടെ സംഘടനകൾ സ്വതന്ത്രമായി നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. എന്നാൽ വേണ്ടത്ര പരിഗണന ഈ മേഖലയ്ക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് ചരക്ക് വാഹന ഉടമകളും തൊഴിലാളി സംഘടനകളും സംയുക്തമായി ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മർമ്മപ്രധാനമായ കുറേ ആവശ്യങ്ങൾ ചാർട്ടർ ഡിമാൻഡാക്കി ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാർക്കെല്ലാം സമർപ്പിച്ചു. ഒരു പണിമുടക്ക് സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4 പണിമുടക്കാനാണ് തീരുമാനിച്ചത്. ഒക്ടോബർ 1 മുഖ്യമന്ത്രി ഇടപെട്ടു. ചർച്ച നടത്താൻ തൊഴിൽ മന്ത്രി ചുമതലപ്പെടുത്തി.